ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ഇപ്പം എൻ്റെ തലയിൽ ആരെങ്കിലും കൈ വെച്ചാൽ തന്നെ ഞാൻ പെട്ടെന്ന് അത് തട്ടി മാറ്റും. അത് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു മുടി തൊടുന്ന സമയത്ത്. ഈ വെള്ളമൊക്കെ പ്രശ്നമായി നന്നായിട്ട് മുടി കൊഴിയാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ അത് ആലോചിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടെൻഷൻ ആവുന്ന ഒരു കാര്യമായിരുന്നു. എൻ്റെ പേര് നന്ദന, ഞാൻ വടകരയിൽ നിന്നാണ് വരുന്നത്. അപ്പം എനിക്ക് അലോപേഷ്യ എന്ന് പറയുന്ന ഒരു മുടി ഇങ്ങനെ വട്ടത്തിൽ കൊഴിയുന്ന ഒരു അസുഖമാണ്. അതെനിക്കൊരു 3 years മുതൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്കിപ്പം മുടി 2 സൈഡിൽ പിന്നിടുന്ന ടൈമിലൊക്കെ ബാക്കിൽ മുടി പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ഇപ്പം എൻ്റെ തലയിൽ ആരെങ്കിലും കൈ വെച്ചാൽ തന്നെ ഞാൻ പെട്ടെന്ന് അത് തട്ടി മാറ്റും. അത് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു മുടി തൊടുന്ന സമയത്ത്. പിന്നെ ഞാൻ കോളേജിലെത്തിയ സമയത്ത് ഞാൻ പുറത്ത് എറണാകുളത്തൊക്കെ പഠിക്കാൻ പോകുന്ന ടൈമിലാണ് എനിക്ക് വെള്ളമൊക്കെ പ്രശ്നമായി നന്നായിട്ട് മുടി കൊഴിയാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ അത് ആലോചിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടെൻഷൻ ആവുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചു. പക്ഷേ അതിനെക്കൊണ്ടൊന്നൊരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ജസ്റ്റ് അച്ഛൻ ഇങ്ങനെ ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു VM ഹോസ്പിറ്റലിൻ്റെ കാര്യം അറിഞ്ഞതും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നതും. പക്ഷേ അത് എനിക്ക് ഭയങ്കര ഒരു മാറ്റമായിരുന്നു. പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടി. എനിക്ക് വന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ബാക്കിയുള്ളവർക്കൊക്കെ നല്ല മുടിയുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ പിന്നെ ഞാൻ കുറച്ചുകൂടെ എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്സസ് ആയ സമയത്ത് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പേര് അലോപേഷ്യ ആണെന്നുള്ളതും, പിന്നെ ഇത് എനിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണിത്. ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ VM ഹോസ്പിറ്റലിൽ വന്നാൽ നിങ്ങൾക്ക് അതിനുള്ള എന്തായാലും അതിന് ക്യൂർ കിട്ടും. കാരണം അതിനൊരു എക്സാമ്പിളാണ് ഞാൻ. എനിക്ക് ഭയങ്കര കടപ്പാടുണ്ട്.